തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇന്ത്യയും കേരളവുമൊക്കെ ഒരു കാലത്ത് ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പുതുയുഗത്തിന്റെ വിരാമമായിരുന്നു 1998 മാർച്ച് 19. എന്നാൽ ആ ജീവന്റെ ആർജവം അതങ്ങനെ തന്നെ ഇന്നും തുടരുന്നുണ്ട്. ലാളിത്യവും നിർമമതയും ജീവിതത്തിലുടനീളം പുലർത്തിയ നേതാവ്, കോർപ്പറേറ്റ് ശക്തികളുടെ ഔദാര്യങ്ങൾ ഒന്നും വാങ്ങാതെ എഴുത്തിലൂടെ സമ്പാദിച്ച ചെറുതുകകൾ പോലും കൃത്യമായി പാർട്ടിക്ക് നൽകി വാടക വീടുകളിൽ താമസിച്ചിരുന്ന മഹാനായ നേതാവ്. വിശേഷണങ്ങൾ ഏറെയാണ് EMSന്. സഖാവ് EMS. സഖാവിനെ കുറിച്ചുള്ള തീക്ഷ്ണമായ ഓർമ്മകൾ അലയടിച്ചുയരുന്ന ഈ ദിനം നമ്മളിൽ നിറയുന്നതും പോരാട്ടത്തിനുള്ള ഊർജമായാണ്. നീതിശൂന്യമായ ഉച്ചനീചിത്വങ്ങൾ കൊടികുത്തിവാണ സമൂഹത്തെ ആധുനിക ജനാധിപത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്നതിൽ EMSന്റെ ദൈഷ്ണികതയും രാഷ്ട്രീയ ഇടപെടലുകളും വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് സംഘപരിവാർ വർഗീയത രാജ്യത്ത് അഴിഞ്ഞാടുമ്പോൾ ആ ഊർജത്തിനൊപ്പം പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകൾ കെട്ടി അതിനെ തടയാൻ ശ്രമിക്കുകയാണ് കേരളവും. ജന്മിത്ത സമ്പ്രദായത്തിന്റെ തായ്വേരറുത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നയിച്ച EMS വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും നടന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും സഖാവ് EMS ആയിരുന്നു. ലോകമെങ്ങും ആഘോഷിക്കപ്പെട്ട കേരള മോഡലിന്റെ ശില്പിയായിരിക്കുമ്പോൾ തന്നെ അതിനെ ക്രിയാത്മകമായി വിമർശന വിധേയമാക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഇടത് സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഭരണകർത്താവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി, ചിന്തകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ സഖാവിനോളം കേരളത്തിന്റെ ചരിത്രഗതിയെ സ്വാധീനിച്ച മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം വേറെയില്ല. മാർക്സിസ്റ്റ് ചരിത്രജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിത്വമായിരുന്നു EMSന്റേത്. ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 2 മന്ത്രിസഭയെ നയിച്ചു. ബാലറ്റ് പേപ്പറിലൂടെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഭരിക്കണമെന്ന് മുൻ അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ വിഷമകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതിൽ ഉദാത്തമായ മാതൃക തന്നെയാണ് EMS കാണിച്ചു തന്നത്. കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമിട്ട നിരവധി പരിഷ്കാരങ്ങൾക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. ഭൂമിയിൽ നിന്ന് മണ്ണിന്റെ മക്കളെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുന്ന രേഖയിലാണ് അധികാരമേറ്റ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ടത്. കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കുന്നതിനും ഈ രാജ്യത്ത് ആദ്യമായി സമഗ്രമായ ഭൂപരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിനും EMS സർക്കാരിന് സാധിച്ചു. പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും EMS വിഗ്രഹമായി മാറിയിരുന്നിരിക്കാം. ഒട്ടേറെ പേർക്ക് അദ്ദേഹം ആചാര്യനായിരുന്നിരിക്കാം. പക്ഷേ സ്വയം ഒരിക്കലും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കാനോ വിഗ്രഹമാകാനോ അദ്ദേഹം തുനിഞ്ഞിരുന്നില്ല. ഋഷിസമാനമായ നിസ്സംഗതയോടെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പാർട്ടി പറയുന്ന ലൈനിൽ ജനങ്ങളെ നിരന്തരം അഭിമുഖീകരിച്ചിരുന്ന EMSനെയാണ് കേരളം കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുത്തി പറയാറുണ്ടായിരുന്നു. ശരിയെന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് EMS പറഞ്ഞ തെറ്റിന്റെ ശരികൾ ഒന്നുകൂടി വ്യക്തമായി ഉറപ്പിച്ചിരുന്നു. പാർട്ടി അത് ഏറ്റെടുക്കുന്നു. കേരളം കാതോർത്തിരിക്കുമ്പോൾ EMS ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ, പാർട്ടിയാണ് പ്രധാനം. പാർട്ടി തീരുമാനം വിശ്വസ്തയോടെ നടപ്പിലാക്കുകയാണ് ഉത്തരവാദിത്തം. ബാക്കിയൊക്കെ പിന്നെ. മാർക്സിസത്തിന്റെ സ്ഫുടം ചെയ്യപ്പെട്ട വ്യക്തിത്വമായിരുന്നു EMSന്റേത്. പ്രാചീന കമ്മ്യൂണിസവും നാടുവാഴിത്തവും വിപ്ലവകരമായി മറികടന്ന് ബൂർഷ്വാ സമൂഹം നിലവിൽ വരികയും വർഗ പോരാട്ടങ്ങളിലൂടെ ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ സ്ഥാപനത്തിലൂടെ കമ്മ്യൂണിസത്തിലേക്കുള്ള സമൂഹത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചുള്ള യാന്ത്രിക ധാരണയെ ആധാരമാക്കിയാണ് EMS തന്റെ മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ തന്നെ രാഷ്ട്രീയ ദൗത്യത്തെ വിശദീകരിച്ചിരുന്നത്. ഈ യാന്ത്രിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുൻപ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥകൾ ഒരിക്കലും മുതലാളിത്തത്തിലേക്ക് മടങ്ങില്ല എന്ന് EMS പതിവ് ചിന്താപരമായ ഔന്നത്യത്തോടെ പ്രഖ്യാപിച്ചത്.
കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളത്തിലെ യുഗപുരുഷനെന്നും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നും വിലയിരുത്തിയ EMSന്റെ സ്മരണ മായുന്നതോ മറക്കുന്നതോ അല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരിക്കലും കെടാത്ത വഴിവിളക്കായി അദ്ദേഹം ഇന്നും നിലനിൽക്കുകയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഓർമ്മ കേരളക്കരയിൽ എന്നും അലയടിക്കുന്നുമുണ്ട്.